പറയാനുണ്ട് കുട്ടികൾ പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കേണ്ടതെന്ന്. നമ്മളുടെ ശബ്ദം എത്ര ഉറക്കെയാണോ അത്രയും കുട്ടികളും നമ്മളും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ സ്റ്റഡി ടിപ്സ് ഒക്കെ ഷെയർ ചെയ്യല്ലേ, അതായത് ഒരു സ്റ്റഡി പാറ്റേൺ ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികളിൽ എങ്ങനെയാണ് സ്റ്റഡി പാറ്റേൺ ഡെവലപ്പ് ആവുക എന്നുള്ളത്. ഒരു 5 മിനിറ്റ് ആദ്യം തുടങ്ങുക, 10 മിനിറ്റ് പിന്നെ കൂട്ടുക. അപ്പൊ എല്ലാവരും ചോദിക്കേണ്ടത് ഇത് എഫക്റ്റീവ് ആവുമോ എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഉള്ള ഇമ്പാക്ട് അല്ല നോക്കുന്നത്, ആ കുട്ടിക്ക് ബ്രെയിനിന്റെ ഒരു സ്റ്റഡി പാറ്റേൺ അവിടെ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് കുട്ടികളും പാരന്റ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. ആദ്യം നിങ്ങളൊരു 5 മിനിറ്റ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അതായത് അവരുടെ വിമർശനങ്ങളല്ല, അവരുടെ അപ്രിഷിയേറ്റ് ചെയ്ത് അവരുടെ പോസിറ്റീവ് കാര്യങ്ങളോട് അവരോട് പറഞ്ഞിട്ട് ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കുക, ഒരു ട്രസ്റ്റഡ് സ്പേസ് അവിടെ ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ അവരെല്ലാ കാര്യം നമ്മളോട് ഷെയർ ചെയ്യുള്ളൂ, നമുക്ക് അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 5 മിനിറ്റ് എങ്ങനെയാണ് 5 മിനിറ്റ് എഫക്റ്റീവ് ആവുക? നിങ്ങൾ അത് തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ടീനേജേഴ്സ് മിക്കവാറും അതിനൊന്നും ആദ്യം ഒന്നും റെസ്പോണ്ടേ ചെയ്യില്ല. നിങ്ങൾ എത്രത്തോളം അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അത്രയും നല്ല രീതിയിൽ അത് ഡെവലപ്പ് ആവും. ആ ഒരു കണക്ഷൻ ഉണ്ടാകുന്നിടത്തോ എത്രത്തോളം നല്ലതായി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ പഠിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. താങ്ക് യു.